ആചാര്യ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2024 നടന്നിട്ടുള്ള NCEയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുൻപായി ആചാര്യ അക്കാഡമിയിലെ HSA മാത്തമാറ്റിക്സിൻ്റെ ക്രാഷ് കോഴ്സ്, KTET സെറ്റ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. നോർമൽ വക്രത്തിൻ്റെ സ്ക്യൂനെസിൻ്റെ ഗുണാങ്കം ഡാഷ് ആണ്. ഓക്കെ, അതായത് ഒരു നോർമൽ കർവിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോർമൽ കർവ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നോർമൽ കർവിൻ്റെ പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോർമൽ കർവിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. നോക്കൂ, എന്തൊക്കെയാണ് നോർമൽ കർവിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? ഇത് ബെൽ ഷേപ്പ്ഡ് കർവാണ് അല്ലേ. നോർമൽ കർവ് എന്ന് പറയുന്നത് എന്താണ്? ബെൽ ഷേപ്പ്ഡ് കർവാണ്. ദെൻ അടുത്ത പോയിന്റ് സിമ്മെട്രിക് എബൌട്ട് മീൻ. സിമ്മെട്രിക് എബൌട്ട് മീൻ എന്ന് പറഞ്ഞാൽ മീനിൻ്റെ രണ്ട് സൈഡിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും. ഓക്കെ, മീനിൻ്റെ രണ്ട് സൈഡിലും എന്തായിരിക്കും? കർവ് ഈക്വൽ ആയിരിക്കും. സിമ്മെട്രിക് ആയതുകൊണ്ട് തന്നെ സ്ക്യൂനെസ് 0 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് β1 ഈക്വൽ ടു എന്താണ്? 0 ആണ്. സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ ചരിവ് എന്നാണ്. സിമ്മെട്രിക് ആയതുകൊണ്ട് തന്നെ ചരിവ് അവിടെ ഇല്ല. അതുകൊണ്ട് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് 0 ആണ്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ്. സിമ്മെട്രിക് ആയതുകൊണ്ട് തന്നെ മീനും മീഡിയനും മോഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ്, മാക്സിമം ഹൈറ്റ് അറ്റ് മീൻ. മാക്സിമം ഹൈറ്റ് വരുന്നത് എവിടെയാണ്? ഈ കർവിൻ്റെ മാക്സിമം ഹൈറ്റ് വരുന്നത് എവിടെയാണ്? മീനിലായിരിക്കും. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി നോക്കൂ. കോർട്ടൈൽസ് ആർ ഇക്വി ഡിസ്റ്റൻറ്റ് ഫ്രം ദി മീഡിയൻ. അതായത് ലോവർ കോർട്ടൈലും അപ്പർ കോർട്ടൈലും മീഡിയനിൽ നിന്ന് അല്ലെങ്കിൽ Q2വിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസിംപ്റ്റോട്ടിക് ടു ദി ബേസ്. ഈ കർവ് കണ്ടാൽ നമുക്ക് ഇവിടെ ടച്ച് ചെയ്യുന്ന പോലെ തോന്നും അല്ലേ, പക്ഷെ ഒരിക്കലും കർവ് എന്ത് ചെയ്യുന്നില്ല? ഈ ബേസ് ആയിട്ട് ടച്ച് ചെയ്യുന്നില്ല. അതാണ് അസിംപ്റ്റോട്ടിക് എന്ന് പറയുന്നത്. അസിംപ്റ്റോട്ടിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? കർവ് ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ മ്യൂ പ്ലസ് ഓർ മൈനസ് സിഗ്മ. ഓക്കെ, നോർമൽ കർവിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മ്യൂ പ്ലസ് ഓർ മൈനസ് സിഗ്മ. ഇതിൽ മ്യൂ എന്ന് പറയുന്നത് എന്താണ്? മീൻ ആണ്. സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി മ്യൂസെർക്കർട്ടിക് ആണ്. അതിൻ്റെ മെഷർ ഓഫ് കർട്ടോസിസ് β2 ഈക്വൽ ടു 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് എക്സും വൈയും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുവെങ്കിൽ എക്സ് പ്ലസ് വൈയും എന്തായിരിക്കും? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. അതാണ് അടുത്ത പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം നോർമൽ കർവ് എന്ന് പറയുന്നത് എന്താണ്? ബെൽ ഷേപ്പ്ഡ് കർവാണ്. സിമ്മെട്രിക് എബൌട്ട് ദി മീൻ ആണ്. മീനിൻ്റെ രണ്ട് സൈഡിലും ഈക്വൽ ആയിരിക്കും. ദെൻ സ്ക്യൂനെസ് ഇല്ല. കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് അവിടെ എന്താണ്? 0 ആണ്. മീനും മീഡിയനും മോഡും ഈക്വൽ ആണ്. മാക്സിമം ഹൈറ്റ് വരുന്നത് എവിടെയാണ്? മീനിലാണ്. കോർട്ടൈൽസ് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. മീഡിയയിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. അസിംപ്റ്റോട്ടിക് ടു ദി ബേസ് ആണ്. പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂ പ്ലസ് ഓർ മൈനസ് സിഗ്മ. മ്യൂസെർക്കർട്ടിക് അതിൻ്റെ മെഷർ ഓഫ് കർട്ടോസിസ് 3 ആണ്. എക്സും വൈയും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുവെങ്കിൽ എക്സ് പ്ലസ് വൈയും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. ഓക്കെ, എക്സ് വൈ എന്നുള്ള രണ്ട് റാൻഡം വേരിയബിൾസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമ്മും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. ഇത്രയുമാണ് നോർമൽ കർവിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്